ഹലോ, ഇന്ന് നമ്മൾ ഒരു ഹൈക്കിങ്ങിന് പോവാണ്. രാവിലെ പോകണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷെ ഇപ്പോൾ ഒരു 9 മണിയായി. പിന്നെ ഇന്ന് ക്ലൗഡിയാണ്. രാവിലെ എനിക്ക് തോന്നുന്നു മഴ പെയ്തിട്ടുണ്ടായി, കാറൊക്കെ നനഞ്ഞ് കിടക്കുന്നുണ്ട്. എന്നാലും നമ്മൾ പോവാന്ന് വിചാരിച്ചു. നമ്മൾ മാത്രമല്ല, നമ്മളിവിടെ പ്രഗീൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, നവീൻ, പ്രദക്ഷിണയുണ്ട്, പിന്നെ ഋതുവും വിനായകും ഉണ്ട്. ഓക്കെ, പോയിട്ട് വരാം. കുറച്ച് സണ്ണി ആവുന്നുണ്ടല്ലോ പ്രഗി. ഞാനെന്തോ പറയാമെന്ന് മറന്നു. ഓക്കെ, നമ്മൾ കുറച്ച് നാളായി ഇങ്ങനെ ഹൈക്കിങ്ങിന് പോകണമെന്ന് വിചാരിക്കുക. പക്ഷെ ആദ്യം വേറൊരു ലൊക്കേഷനാണ് പറഞ്ഞത്. അതാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 4 മണിക്കൂർ അടുപ്പിച്ച് ഹൈക്കിങ് ഉണ്ട് എന്ന്, ഹൈക്കാക്കി ഇരിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു ആദ്യം നമുക്കൊരു ചെറിയ ഹൈക്കിങ്ങിന് പോകാം. എല്ലാവരും ഒന്ന് ശരിയാവട്ടെ, ബോഡിയൊക്കെ ഒന്ന് ഉണരുണ്ട്, എത്ര നാളെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം നമ്മൾ മെല്ലനെ ഒന്ന് പോയിട്ട് പിന്നെ വലിയ ഹൈക്കിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ഇത് മൗണ്ട് വിക്ടോറിയ ലുക്കൗട്ട് എടുത്തത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ സംസാരിക്കാൻ നല്ല മടിയാണ്. ഞാൻ അങ്ങനെ അധികം സംസാരിക്കാത്ത ഒരാളാണ്. പക്ഷേ നമ്മളെ കംഫർട്ട് സോണിൽ പുറത്തു വരണമെന്നാണല്ലോ എല്ലാവരും പറയുന്നത്, എന്നാലും നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുമെന്ന്. എനിക്കിഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. അപ്പം ഞാൻ അതിൽ നിന്ന് പുറത്ത് വന്നാലേ എനിക്കും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. സോ ഐ എം ഗോണ ട്രൈ ദാറ്റ്. ഇതാണ് നമ്മുടെ ടീം. ദിസ് ഇസ് ഋതു, വിനായക്, നവീൻ, പ്രദക്ഷിണ. നമ്മൾ ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വണ്ടി അവിടെ പാർക്ക് ചെയ്തു, ദൂരത്ത് അവിടെ പാർക്ക് ചെയ്തു. ഇത് കൺഫ്യൂസ്ഡ്, അവിടെ പാർക്കിംഗ് ചാർജസ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ. പക്ഷെ ഇല്ല, 1.5-2 മണിക്കൂർ ഫ്രീ ആണെന്നുണ്ട്. നമ്മൾ വിചാരിക്കും ഇവിടെ എന്തോ ഗൂഢാലോചന നടക്കുകയാണ്, പക്ഷെ അല്ല. ശരിക്കും പാർക്കിങ്ങിന്റെ കാര്യത്തിലൊരു കൺഫ്യൂഷൻ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ എന്താ ശരിക്കും ഇവിടെ പ്രശ്നം? നമ്മൾ വന്നിട്ട് ഒരു 1/2 മണിക്കൂറോളായി, പക്ഷെ നമ്മൾ ഇനി ഹൈക്കിംഗ് സ്റ്റാർട്ട് ചെയ്തില്ല. എന്താ പ്രശ്നം? സീറ്റ് ബെൽറ്റ് ഇടുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. സീറ്റ് ബെൽറ്റ് ചീത്ത പറയും. എന്ത് പറ്റിയെന്ന് പറ. പാർക്കിംഗ് കൂപ്പൺ ഡിസ്പ്ലേയോ അങ്ങനെ എന്തോ മറ്റോ അവിടെ. ഫസ്റ്റ് 2 hours ഫ്രീയാ, പക്ഷെ നമ്മൾ കൂപ്പൺ ഡിസ്പ്ലേ ആണ്. നമ്മുടെ കയ്യിൽ കൂപ്പൺ എടുക്കാൻ അവിടെ മെഷീൻ ഒന്നും ഇല്ല. ഓൺലൈനിൽ നമ്മൾ ട്രൈ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മള് എവിടെ പാർക്ക് ചെയ്യാൻ പോകുന്നത്? ഇപ്പൊ എന്തായാലും ജെനുവിൻലി പേ ചെയ്യാൻ പോകുന്നിടത്താണ് നമ്മൾ പേ ചെയ്ത് പാർക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ പ്രശ്നം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ നമ്മൾ രണ്ടാമതും സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഋതു ഫോൺ കാറിൽ വെച്ചിട്ട് വന്നു. ചില്ല് പോയാലോ എന്നുള്ള പേടിയോടെ നമ്മൾ വീണ്ടും അത് എടുക്കാൻ പോവാണ്. അങ്ങനെ നമ്മൾ ഹൈക്കിംഗ് ആദ്യം സ്റ്റോപ്പ് ചെയ്ത്. അപ്പം 1 + 3 എന്നാണല്ലോ. അപ്പം അടുത്തതിൽ നമ്മൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യും, ഉറപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അത് സാരില്ല, ഇതൊക്കെ നമ്മൾ നാച്ചുറൽ കോലാണ്. നമുക്ക് വർഷങ്ങൾ കഴിഞ്ഞാലും നമുക്ക് എടുത്ത് കാണുമല്ലോ നമ്മൾ ഇങ്ങനെയായിരുന്നു. എനിക്കും ഇഷ്ടമല്ല, എനിക്കിങ്ങനെ സംസാരിക്കാനും ഇഷ്ടമല്ല, പക്ഷെ പഠിക്കാണ്. ഹലോ, നമ്മൾ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. 3ാമത്തെ പ്രാവശ്യമാണ് ഇത്. 3ാമത്തെ പ്രാവശ്യമാണ്. പക്ഷെ ഇതിൽ നമ്മൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. ഇറങ്ങി. ശരി. 2 സ്റ്റെപ്പ് കയറുമ്പോഴേക്ക് തന്നെ എൻ്റെ ഊർജ്ജമൊക്കെ പോയി തുടങ്ങി. പക്ഷെ നമ്മൾ റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. നല്ലൊരു സ്പോട്ട് ഉണ്ടപ്പോൾ നമ്മളെല്ലാവരും എവിടെ ഇരുന്നു. എനിക്ക് ശരിക്കും ഈ ഹൈക്ക് ചെയ്യുമ്പം
എനിക്ക് കീർഗഞ്ച് പോയത് ഓർമ്മ വരുന്നത്. മനോവയും റിനുവും ഷാമിലിനൊക്കെ ശരിക്കും മിസ് ചെയ്യുക. നമ്മൾ ഫൈനലി എത്തി. അതല്ലേ ലുക്കൗട്ട്? അത് തന്നെ ലുക്കൗട്ട്. അങ്ങനെ നമ്മുടെ ഇതല്ലേ സ്റ്റോപ്പ്? ലൂപ്പാണല്ലേ? നമ്മളിപ്പോൾ ഇവിടെയാണ്. ഇനി നമ്മൾ ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ വരണം. പ്രോബ്ലം ഹാപ്പി. ഇത് പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഹെലികോപ്റ്റർ ഒക്കെ വന്നിട്ടുണ്ട്. അതൊരു എയർ ആംബുലൻസ് ആയിരുന്നു. റെസ്ക്യൂവിന് വേണ്ടി വന്നതാ. ഞങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ എനിക്കൊന്ന് ഹൈക്കിങ്ങിലോ അല്ലെങ്കിൽ സൈക്ലിംഗ് ചെയ്യുന്ന ടീമിൽ ആൾക്ക് എന്തോ പറ്റിയപ്പം എക്സാക്ട് ലൊക്കേഷൻ സ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ വന്നതെന്ന് തോന്നുന്നു. അവർ നമ്മളെ സിനിമയുടെ ലൊക്കേഷൻ ശരിക്കും എവിടെയാണ് ഷൂട്ട് ചെയ്തതെന്ന് കാണിച്ചു തരാൻ കൊണ്ടുപോകാം. കുതിരയിൽ വരും. കുതിര ഇങ്ങനെ നോക്കും. ക്യാമറ അവിടെ ആ സൈഡിലാണ്. ഞാൻ സിനിമയിലേ കണ്ടിട്ടുള്ളൂ, ഇങ്ങനെ ടി വിയിൽ കണ്ടിട്ടുള്ളൂ, ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെ പോകും സാധനം പോകുന്ന സ്ഥലം. അതിൻ്റെ റെയിൽസാണ്. അങ്ങനെ ഫൈനലി ഹൈക്കിങ് കഴിഞ്ഞു. നമ്മളിതാ പാർക്കിങ്ങിലോട്ട് പോവുക. ഇതൊരു ചർച്ചുണ്ട്, കാണിച്ചു തരാം. പഴയ ചർച്ചാണെന്ന് തോന്നുന്നു, പണ്ടത്തെ കൺസ്ട്രക്ഷനാണ്. ഇതേ നിൽക്കണു എൻ്റെ മോൻ. ഹൈക്കിങ്ങിനെ പറ്റി എന്താണ് ബ്രേക്ക് പറയാനുള്ളത്? വളരെ മികച്ച ഒരു ഇതാണ്. എന്താണ് നമ്മളൊരു സ്റ്റാർട്ടിങ്ങിൽ ചെറുത് ചെയ്ത് നന്നായില്ലേ? പൈക്കാക്കിരിക്കൊക്കെ പോലെ എന്നാലും നല്ലായിരുന്നല്ലേ എല്ലാരും കൂടെ. എനിക്ക് ഇഷ്ടമായി. ബൈ.